എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ NOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന +2 വിദ്യാർത്ഥികൾ. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടേതാണ്. അതിനു മുമ്പ് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ മലയാളത്തിൻ്റെ ഒരു ലൈവ് സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്ത് പോയി. പക്ഷേ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം നിങ്ങൾക്ക് ലാസ്റ്റത്തെ ഒരു ചാപ്റ്ററിൻ്റെ പകുതിയോളം വന്നിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ അറിഞ്ഞു. സോ അതിനാദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു കേട്ടോ. നമുക്കറിയില്ല, ഇപ്പം നല്ല ഇടിയും മഴയുള്ള സമയമാണ്. സോ അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതാണ്. അത് പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലൈവ് പോകുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനും വരുന്നത്. പിന്നീടാണ് മനസ്സിലായത് ആ ചാപ്റ്ററിൻ്റെ പകുതിയോളെ വന്നിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട. എന്തായാലും മലയാളത്തിൻ്റെ പരീക്ഷയാണല്ലോ, എളുപ്പമുള്ള പരീക്ഷയായിരിക്കും. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വിശകലനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈവ് സെക്ഷൻ പോയിട്ടുണ്ട് മലയാളത്തിൻ്റെയൊക്കെ. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നാളത്തെ പരീക്ഷ എഴുതുക കേട്ടോ. കുറച്ചൊക്കെ വീഡിയോസിൻ്റെ ലൈവ് സെക്ഷൻ്റെയൊക്കെ നമ്മൾ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാമേ. അപ്പോൾ അതും കൂടി നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസൊക്കെ ഇപ്പോൾ LBയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും. അപ്പോൾ നോക്കിയിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ 20 MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മരണമില്ലാത്തത് കൊണ്ട് ഗണിതക്കാരന് എന്ത് ചെയ്യാനാണ് കഴിയാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. കള്ളം പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ സാധിക്കുകയില്ല. അറിയാലോ. ഇനി അടുത്തത് കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആണ് ഇതേ. ഇനി അപ്പോൾ അത് എഴുതിയിരിക്കുന്ന ആരാന്നറിയാലോ, കുഞ്ചൻ നമ്പ്യാരാണ് കേട്ടോ. അത് നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് വിട്ടയക്കുക എന്ന കവിതയിൽ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടാൻ സമയമായി എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗം ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? നമുക്കറിയാം, സുപ്രഭാതം അടുത്തു എന്ന് പറയുന്നതാണ് അല്ലേ. ഓപ്ഷൻ C ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൊല്ലിക്ക് അത്ര നിനക്കു രസമെടോ. ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? ആരെക്കുറിച്ചാണ്? നമുക്കറിയാം, ശ്രീകൃഷ്ണനെ കുറിച്ചാണ് അല്ലേ. ഓപ്ഷൻ D ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അസ്തമിച്ച പകലിൻ്റെ മൃതശരീരം പെട്ടിയിലാക്കി ചുമക്കാനായി നിൽക്കുന്നത് ആരാണ്? നമുക്കറിയാം, ഓപ്ഷൻ A ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. 4 ദിക്കുകളാണ് ശരിയായിട്ടുള്ള ഉത്തരം. അറിയാലോ അല്ലേ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. സൂര്യൻ അവിടെ തന്നെ നിന്നാൽ എന്തു വരില്ല എന്നാണ് മുഗ്ധാംഗി പറഞ്ഞത്. എന്തു വരില്ലെന്നാണ് പറയുന്നത്? നമുക്കറിയാം, ഓപ്ഷൻ B ആണ് അല്ലേ, നീലനിശീതം. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും. ഏത് അടർക്കളത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഏതാണ് ഉത്തരം വരുന്നത്? നമുക്കറിയാം, ഓപ്ഷൻ C ആണ് അല്ലേ, കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഇന്നു ഞാൻ നാളെ നീ എന്ന 6 അക്ഷരം കവി കണ്ടത് എവിടെയാണ് കണ്ടത്? ഇന്നു ഞാൻ നാളെ നീ എന്ന് പറയുന്ന ആപ്തവാക്യം ഓപ്ഷൻ B അല്ലേ, ശവപ്പെട്ടിയുടെ പുറത്താണ് കണ്ടത്. ഇനി അടുത്തത്, ആരുടെ ദരിദ്ര ഭവനത്തിലാണ് കൃഷ്ണൻ വിരുന്നിന് പോയത്? ആരുടെ ദരിദ്ര ഭവനത്തിലാണ് കൃഷ്ണൻ വിരുന്നിന് പോയത്? ആരുടെയാണ്? ഓപ്ഷൻ C ആണ് അല്ലേ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് വിതുരരുടെ ദരിദ്ര ഭവനത്തിലാണ് കൃഷ്ണൻ വിരുന്നിന് പോയത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. കുചേലൻ എന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതല്ല കേട്ടോ, ഓർത്ത് വെച്ചാൽ ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ഉത്തരവേ. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കുഞ്ഞുപാത്തുമ്മ പുകഞ്ഞ് ഇല്ലാതായിപ്പോയി എന്ന് തോന്നിയത് എപ്പോഴാണെന്നാണ്. എപ്പോഴാണ്? ഒരാൺ പിറന്നവനോട് വർത്താനം പറഞ്ഞത് ഓർത്തപ്പോഴാണല്ലേ. അപ്പോൾ അതാണ് ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഉത്തരവേ. ഇനി ഉപനിഷത്ത് എന്നതിന് അയൽവീട് എന്ന അർത്ഥം നൽകിയിരിക്കുന്നത് ഏത് ഗ്രന്ഥത്തിലാണ്? ഏതിനാണ്? ആപ്തയുടെ നിഘണ്ടുവിൽ. ഇതൊക്കെ അറിയാവുന്നതാണല്ലോ അല്ലേ. രോഗനിർണയത്തിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ പലവട്ടം ശ്രമിച്ചത് ആരാണ്? മനോജിൻ്റെ അമ്മ അല്ലേ. അപ്പോൾ ഓപ്ഷൻ B ശരിയായിട്ടുള്ള ഉത്തരം. എന്തുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്കയിലെ ക്ഷുരകൻ ഗാന്ധിജിയുടെ മുടി മുറിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ്? കറുത്ത വർഗ്ഗക്കാരൻ ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ ഓപ്ഷൻ D ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, എന്ത് വന്നാലും കിണർ മൂടുകയില്ലെന്ന് ഉതുപ്പാൻ തീരുമാനിക്കാൻ കാരണമെന്ത്? എന്ത് വന്നാലും കിണർ മൂടുകയില്ലെന്ന് ഉതുപ്പാൻ തീരുമാനിക്കാൻ കാരണമെന്ത്? എന്താ? ഓപ്ഷൻ A, കിണർ തൻ്റെ മകളെ പോലെയാണ് അല്ലേ. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്.
അടുത്തത് 14ാമത്തെ ചോദ്യമാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിർന്നു. വെള്ളയ്യപ്പൻ്റെ കൈകളെ നനച്ചത് എന്താണ്? എന്താണ്? ഒന്നും നോക്കണ്ട, ഓപ്ഷൻ സി ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ, കോടച്ച് കെട്ടിത്തന്ന പൊതിച്ചോറ്. ഇനി അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ചോദ്യം നോക്കിക്കേ. കലയുമായി ബന്ധപ്പെട്ട് എം പി പോൾ പറഞ്ഞ അഭിപ്രായത്തിൽ ശരിയായത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അവിടെ ഏതാണ്? കലാകാരൻ്റെ ജന്മസിദ്ധി പ്രവചിക്കാൻ പാരമ്പര്യത്തിന് കഴിയും എന്നുള്ളതാണോ? ചില വ്യക്തികൾക്ക് മാത്രമേ കലാസൃഷ്ടി നടത്താൻ കഴിയൂ. കലാകാരനെ രൂപപ്പെടുത്തുന്നത് സമൂഹം മാത്രമാണ്. സമ്പൽ സമൃദ്ധിയും സമാധാനവും നിൽക്കുന്ന കാലത്ത് സമൂഹത്തിൽ മികച്ച കലാസൃഷ്ടികൾ ഉണ്ടാകും. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ഡി ആണ് അല്ലേ. അതായത് സമ്പൽ സമൃദ്ധിയും സമാധാനവും നിലനിൽക്കുന്ന കാലത്ത് മാത്രമേ എന്താണ് സമൂഹത്തിൽ മികച്ച കലാസൃഷ്ടികൾ ഉണ്ടാകത്തുള്ളൂ അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അദ്ദേഹം പറഞ്ഞത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. അപ്പൻ അപ്പാപ്പനെ ധിക്കരിച്ചത് ഏതു കാര്യത്തിൽ മാത്രമാണെന്നാണ് സെബാസ്റ്റ്യൻ്റെ മകളുടെ അഭിപ്രായം? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ആണ് അല്ലേ. നാടകത്തിൽ അഭിനയിക്കുന്നതിനാണ് അപ്പൻ അപ്പാപ്പനെ ധിക്കരിച്ചത്. അപ്പം ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 17. സ്വന്തം മക്കൾ അടക്കം ചെറിയമ്മാമയെ ശപിക്കാൻ കാരണം എന്താണ്? എന്താ കാരണം? നമുക്കറിയാം, ചെറിയ മാമ ഉണ്ടിട്ട് മാത്രമേ എന്താണ് മറ്റുള്ളവർക്ക് ഉണ്ണാൻ കഴിയത്തുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് സ്വന്തം മക്കളടക്കം ചെറിയ മാമയെ ശപിക്കാൻ കാരണം. ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ ഗ്രീക്ക് ചിന്തകൻ അല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആരാണ്? ഓപ്ഷൻ ഡി ഫിഡിയാസ് ആണല്ലേ. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ഇവരെല്ലാം തന്നെ എന്താണ് തത്വചിന്തകന്മാരാണ്. സോ ബാക്കി അതായത് ഓപ്ഷൻ ഡി ആണ് അവിടെ ഗ്രീക്ക് ചിന്തകൻ അല്ലാത്തത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ഓരോ വ്യക്തികളെക്കുറിച്ച് അവർ ഏത് മേഖലയിലാണ് പ്രശസ്തരായിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാഠഭാഗത്ത് പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അവർണ വൃത്താന്ത രൂപത്തിലൂടെ ചമൽക്കാരൻ ജനിപ്പിക്കുന്ന കടങ്കഥ ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാ? ഓപ്ഷൻ എ ആണ് അല്ലേ. പകലെല്ലാം പൊത്തുംപിടിയും രാവായാൽ കുടിയിരിപ്പും. ഇനി 20. ഏന് പഠിത്തമില്ല ഈ കഴുത്തെ ചുറ്റും നാക്കുള്ളവരോട് വാതാടാന്. ഇത് ആരുടെ വാക്കുകളാണെന്ന്? ആരുടെയാ? തേവൻ്റെ വാക്കുകളാണല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒറ്റ വാക്കിൽ താഴെ കൊടുത്തിരിക്കുന്ന 5 ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ പറഞ്ഞത്. ഓരോന്നിനും എന്താണ് 1 മാർക്ക് വീതം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആയുധം കയ്യിലെടുക്കാതെ യുദ്ധത്തിൽ പങ്കെടുത്തത് ആരാണ്? ആരാണ്? ശ്രീകൃഷ്ണൻ അല്ലേ. ശരിയായിട്ടുള്ള ഉത്തരവാണ്. സ്വന്തമായിട്ട് അലക്കിയ കോളർ ധരിച്ച് കോടതിയിൽ ചെന്ന ഗാന്ധിജിയെ പരിഹസിച്ചത് ആരാണ്? ആരാണ്? മറ്റുള്ള ബാരിസ്റ്റർമാരാണല്ലേ. കോടതിയിൽ ചെന്ന ഗാന്ധിജി പരിഹസിച്ചത് മറ്റുള്ള ബാരിസ്റ്റർമാരാണ്, അല്ലെങ്കിൽ വക്കീലന്മാരാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ 23ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. വെള്ളയ്യപ്പൻ സഞ്ചരിച്ച ചവിട്ടടിപ്പാതയ്ക്ക് ഇരുവശവും നിന്ന് കാറ്റ് പിടിച്ചത് എന്തായിരുന്നെന്ന്? എന്താ? കരിമ്പനകൾ അല്ലേ. കടൽ തീരത്തെന്ന് പറയുന്ന ആ കഥയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കുഞ്ഞുപാത്തുമ്മ ചുറ്റുവട്ടത്ത് നിന്ന് എന്താണ് കേട്ടത്? എന്താ കേട്ടത്? എന്തായിരുന്നു? കുരുവിയുടെ കരച്ചിൽ കേട്ടു അല്ലേ. അത് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അവിടെ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കർണപർവം എന്ന കഥയിൽ നാടകസമിതിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്? കലാക്ഷേത്ര എന്നുള്ളതാണ് നാടകസമിതിയുടെ പേരെന്ന് പറയുന്നത്. ഇനി അവർ അവതരിപ്പിക്കുന്ന നാടകം എന്ന് പറയുന്നത് ഏതാണ്? കർണൻ എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെച്ചോണേ. അടുത്തത് 5 എണ്ണത്തിന് പകരം പദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 1 മാർക്ക് വീതം കിട്ടും. നോക്കിക്കേ. ധനുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വില്ലാണ് അല്ലേ അർത്ഥമാക്കുന്നത്. ശോണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തമാണ്. പരിദേവനം എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കടം അല്ലെങ്കിൽ വിലാപം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ക്ഷിതി അറിയാലോ, ഭൂമിയാണ്. നിശീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണ്, അറിയാലോ. അടുത്തവിടെ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും എന്താണ്? 5 എണ്ണം എഴുതിയാൽ മതിയേ. വാഴ പ്ലസ് പഴം എന്ന് വരുമ്പോൾ എങ്ങനെ വരും? വാഴ പഴം അല്ലേ, നിങ്ങൾക്കറിയാലോ. ഇനി അതുപോലെ തന്നെ വിഷമം പ്ലസ് ഇല്ലാതെ, അതെങ്ങനെ വരും? വിഷമമില്ലാതെ അല്ലേ, ഒന്നിച്ചെഴുതുമ്പോൾ ഇങ്ങനെ വരും. ഇനി അതുപോലെ തന്നെ മന പ്ലസ് ശോഭം എന്ത് വരും? മനക്ഷോഭം അല്ലേ, അതെങ്ങനെ എഴുതുന്നത്? മനക്ഷോഭം. ഓക്കെ. ഇനി അടുത്തത് ചിറക് പ്ലസ് ഒടിഞ്ഞ, ചിറക് പ്ലസ് ഒടിഞ്ഞ എന്ന് വരുമ്പോൾ എങ്ങനെ വരും? ചിറകൊടിഞ്ഞ അല്ലേ, അതൊന്നിച്ചെഴുതണം. അപ്പം ചിറകൊടിഞ്ഞ ഇങ്ങനെ വരും അല്ലേ. ഇനി നിത്യ പ്ലസ് ആനന്ദം എന്താ? നിത്യ പ്ലസ് ആനന്ദം എന്താ? നിത്യാനന്ദം അല്ലേ, അതെങ്ങനെ വരും? നിത്യാനന്ദം അല്ലേ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ 5 എണ്ണം തന്നിട്ടുണ്ട്. 5 എണ്ണത്തിൻ്റെ ആൻസർ ഇതേപോലെ ചേർത്ത് എഴുതാനാണേ.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് പിരിച്ചെഴുതി വെച്ചേക്കുവാണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ചേർത്തെഴുതണം. ഇനി ഇവിടെ 10 എണ്ണത്തിന് ഏതെങ്കിലും 10 എണ്ണത്തിന് 20-25 വാക്കുകൾ ഉത്തരം എഴുതാനാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. കണ്ണാന്തളിപ്പൂക്കളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കാലനില്ലാത്ത കാലത്ത് വൈദ്യന്മാരുടെ ജീവിതം അവതാളത്തിലായത് എങ്ങനെയാണ്? അല്ലേ, ഈ കണ്ണാന്തളിപ്പൂക്കളുടെ പ്രത്യേകത പഠിച്ചു വെച്ചോണം കേട്ടോ, കാരണം ആ ചാപ്റ്ററിൽ നിന്ന് അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നെ നീ കാരണം കൈയെല്ലാം കീറിപ്പോയി, കൈ കീറാനുണ്ടായ സാഹചര്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഈ കാലനില്ലാത്ത കാലത്തെന്ന് പറയുമ്പോൾ ആ പാഠഭാഗത്തിനകത്ത് ഓരോരുത്തരും കാലനില്ലാത്ത അവസ്ഥ ആരെയല്ല, ഓരോ ജോലിക്കാരെ അല്ലെങ്കിൽ ഓരോ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഓരോന്നും പഠിച്ചു വെച്ചോണം കേട്ടോ, ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷിയുടെ കാഴ്ചയിൽ അമ്പരത്തെ പുക പിടിപ്പിക്കുന്ന എന്താണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആദ്യ ബാല്യത്തിലെ മനോഭാവത്തെ പറ്റിയാണ് ഞാൻ ഓർത്തു പറയുന്നത്. ലേഖകൻ്റെ ബാല്യകാലത്തെ മനോഭാവം എപ്രകാരമുള്ളതായിരുന്നു? അടുത്തത് നമ്മുടെ ഉതുപ്പാൻ്റെ കിണർ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളയപ്പൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജയിലെ അപരിചിത സ്വരങ്ങൾ വെള്ളയപ്പനെ അസ്വസ്ഥമാക്കിയത് എന്താണെന്ന്. പിന്നെ അതുപോലെ കടങ്കഥകളുടെ വ്യാകരണം അല്ലേ, പ്രാചീന സംസ്കാരത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന്. പിന്നെ അത് അപ്പനെ സന്തോഷിപ്പിച്ചു, സെബാസ്റ്റ്യനെ സന്തോഷിപ്പിച്ച സംഭവം. പിന്നെന്താ, കവി കുരിശിനെ വാഴ്ത്തുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. പെൺകിടാവ് സൂര്യനെ തുളസിത്തറയിൽ എത്തിക്കുന്നത് എങ്ങനെയാണ്? അന്ത്യത്തിരി എന്ന് പറയുന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ പാലാഴി വാഴ്വനോ വത്സൻ, പാലും പ്രാണനും ഒത്തവൻ. ഇത് ഈ വരികൾ വ്യാഖ്യാനിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അല്ലേ. ഇത് പാഠഭാഗത്തെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിലയിരുത്തിയിട്ട് വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇനി അതേപോലെ തന്നെ സമുദായ ശരീരം സ്വോന്മേഷം പ്രവർത്തിക്കുമ്പോൾ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന പ്രസന്ന ഭാവമാണ് കല. കലയും കാലവും തമ്മിലുള്ള നിരന്തര ബന്ധം പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി വിവരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ കടങ്കഥയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ലേഖകൻ വിവരിക്കുന്നത് എന്തെല്ലാമാണ്? സാമുദായിക ഭാഷാഭേദം സബർമതി ദൂരെയാണ് എന്ന നാടകത്തിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ്? ദുര്യോധനൻ്റെ ഉരുള എന്ന പ്രയോഗത്തിൻ്റെ സാങ്കത്യം പരിശോധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ അത് കേട്ടോ. കാലനത്തെ കാലം വിവിധ തൊഴിലെടുക്കുന്നവരെ എങ്ങനെയാണ് ബാധിച്ചത്? അവൾ മുഖം കുനിച്ച് നിലത്ത് നോക്കിക്കൊണ്ട് നിന്നു. സന്ദർഭം എഴുതി ആശയം വ്യക്തമാക്കുക. ഇനി അതുപോലെ തന്നെ ആശയം പുഴു ഉള്ളിൽ കിടന്നിടട്ടെ എന്ന ആശയത്തെ കരണ്ടു മുറിക്കുന്നു അല്ലേ. ഈ വരികളുടെ സാരാംശം, അതായത് അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അതിനെ വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പറഞ്ഞേക്കുന്നത് നല്ല അയൽക്കാരെ പറ്റി ക്രിസ്തുദേവൻ്റെ സങ്കല്പം അയൽപ്പക്കം എന്ന ഉപനിഷത്ത് എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി വിവരിക്കുക. അതല്ലെങ്കിൽ ഡോക്ടർ രോഗിയോടുള്ള മനോഭാവം എന്തായിരിക്കണമെന്ന് പുകമറയ്ക്കപ്പുറം കാണുന്ന എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി എഴുതുക. പിന്നെ ലളിതജീവിതം എന്ന പാഠഭാഗത്തിൽ ആശയം ഉൾക്കൊണ്ട് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനായിട്ട് ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രസംഗത്തിൻ്റെ ആ ഒരു മോഡലൊക്കെ നോക്കിയിട്ട് പോണേ. അതല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പൊക്കെ എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ ഉള്ളത് ഓൾറെഡി നമ്മുടെ ചാനൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ നോക്കിയിട്ട് പോകണം. കടൽ തീരത്ത് എന്ന കഥയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും കേട്ടോ, അതായത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ആ ഡാഷ് ഇട്ടിട്ട് ഭാഗത്ത് കറക്റ്റായിട്ടുള്ള വാക്ക് ചേർത്ത് എഴുതി കൊടുക്കുക. പിന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് വിശ്വഭാരതി അല്ലേ, അതിപ്പോഴും ചോദിക്കാറുള്ളതാണ്. പിന്നെ പാടുതര ഗ്രാമത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കഥ കടൽ തീരത്ത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കി. ഇത് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നില്ല, കാരണം ഈ ക്വസ്റ്റ്യൻ തന്നെ വരുമെന്ന് യാതൊരു ഉറപ്പില്ല, അതുകൊണ്ട് അത് പറയണില്ല കേട്ടോ. വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തെറ്റാണോ ശരിയാണോ എന്നുള്ള പ്രസ്താവന തന്നിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ഉണ്ട് കേട്ടോ. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതും ഒന്ന് നോക്കി വെച്ചോണേ. ഇനി അതുപോലെ തന്നെ ഇനി പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് ചേരുംപടി ചേർക്കാൻ. ഇതെല്ലാം എന്താണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം OV വിജയന് ഏതാണ്? കടൽ തീരത്ത് അറിയാലോ അല്ലേ. ജി ശങ്കരക്കുറുപ്പിൻ്റേതാണ് ഏത്? വിശ്വദർശനം. MD വാസുദേവൻ നായരുടെ ഏതാണ്? കാലം അല്ലേ. പിന്നെ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഏതാ വരിക? പൂതപ്പാട്ട് അല്ലേ. എഴുത്തച്ഛൻ്റെയാണ് നമ്മുടെ ഭാരതം കിളിപ്പാട്ട്. അപ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേരുംപടി ചേർക്കാനുള്ള ക്വസ്റ്റ്യനും ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ NS+2 മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ചു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയും വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ നാളത്തെ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ ഇതേ രീതി തന്നെ പറയും നല്ല സിമ്പിളായിരുന്നു എക്സാം, അല്ലെങ്കിൽ ഈസി ആയിരുന്നു, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നതെന്നുള്ളത് പറയാനായിട്ട് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് നോക്കുക. ഓരോ കഥാപാത്രങ്ങളും അതുപോലെ അതിൻ്റെ സമ്മറി എന്താണെന്നുള്ളത്, ആരാണത് എഴുതിയിരിക്കുന്നതെന്നൊക്കെ ഉള്ളതൊന്ന് വായിച്ച് നോക്കിയിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാനായിട്ട്.
തീർച്ചയായിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നാളത്തെ പരീക്ഷ എളുപ്പമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.